ഹരീഷ് പേരടിയെ കേന്ദ്ര കഥാപാത്രമാക്കി തൻസീർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ജനാധിപൻ. ഇത് കണ്ണൂർ വിശ്വൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണ്. അതായത് വടക്കൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ വളരെ ചെറുപ്പം മുതലേ വളർന്നു വന്ന യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന കണ്ണൂർ വിശ്വൻ എന്ന ഒരു സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അയാൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എല്ലാം ഈ കഥ, ഈ സിനിമ അന്വേഷിക്കുന്നു. ബാലാജി വെങ്കടേഷാണ് ജനാധിപൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജനാധിപൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അതേപോലെ തന്നെയാണ് സിനിമയും. പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് തന്നെയാണ് ജനാധിപനെ പറയാൻ ഫസ്റ്റ് സാധിക്കുക. പക്ഷേ നമുക്കൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു 100% പൊളിറ്റിക്കൽ ത്രില്ലർ അല്ല, അതൊരു ഫാമിലി എൻ്റർടൈനറും കൂടെയാണ്. അങ്ങനത്തെ ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മൂവിയാണ് ജനാധിപൻ എന്നുള്ളത്. കണ്ണൂർ വിശ്വൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി, വളരെ സത്യസന്ധനായ, വളരെ ആദർശധീരനായ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകനായ ആനന്ദ് എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മജോ ജോസഫ് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ജനാധിപൻ എന്ന് പറയുന്നത് തൻസീർ മുഹമ്മദ് ഡെബ്യൂട്ടൽ ഡയറക്ടറിലുള്ള മൂവിയാണ്. ദേവി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ബാലാജി വെങ്കടേഷ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജനാധിപൻ എന്ന് പറഞ്ഞ മൂവിയിൽ സോൾ എന്ന് പറയുന്നത് ഹരീഷ് പേരാടി സാറിൻ്റെ കണ്ണൂർ വിശ്വം എന്നുള്ള ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ ഒരു CM ആണ്. അപ്പം ഈ ഒരു ക്യാരക്ടറിലൂടെയാണ് ത്രൂ ഔട്ട് ദ മൂവി പോണത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ മൂവിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെ. അപ്പം ഇതിൽ ഹരീഷ് പിരാടി സാറിൻ്റെ മോനായിട്ട് ചെയ്യുന്നത് വിനു മോഹനാണ്. വിനു മോഹൻ്റെ ആനന്ദ് എന്നുള്ള ക്യാരക്ടറിലൂടെയാണ് എൻ്റെ എൻട്രി, അല്ലെങ്കിൽ നാദിയ എന്നുള്ള എൻ്റെ ക്യാരക്ടറിൻ്റെ എൻട്രി. അപ്പം നാദിയയും ആനന്ദും തമ്മിലുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടൊരു, നമ്മൾ സാധാരണ കാണുന്ന പോലൊരു പ്രണയമുണ്ട്. അപ്പം ഈ പ്രണയത്തിന് ഒരു എന്താ പറയുക, ഒരു ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി കാണിക്കുന്ന ഒരു പാട്ടുണ്ട്, എന്താടി കല്യാണി എന്ന് പറഞ്ഞത്. അത് ചെയ്തിരിക്കുന്നത് മെജോ ജോസഫ് സാറാണ്. മെജോ ജോസഫ് സാറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ഇതിൽ വേറെ 2 പാട്ടുകളുണ്ട്. അത് മൂവിയുടെ എന്താ പറയുക, ടാഗ് ലൈനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ആ ഒരു ആവേശമൊക്കെ ഉള്ള പാട്ടുകളാണ്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് റൊമാൻസൊക്കെ ഉള്ളൊരു പാട്ടാണ്. രാജേഷ് രാമൻ DOP ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് അഭിലാഷ്. ഇത്തരം ഒരു സിനിമ, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമകളൊക്കെ സാധാരണ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് ആളുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻറ്റ് കാരണം അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർ സ്റ്റാർ അല്ലാത്ത ഒരാളെ വെച്ചിട്ട്, ഒരു നടനെ വെച്ചിട്ട് ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചെയ്യുന്നത്.